ആലിഹി വസ്ഹാബി അജ്മഈൻ. സ്നേഹാദരണീയരായ GIOവിൻ്റെ ആദരണീയരായ നേതൃത്വങ്ങളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, സഹോദരിമാരെ, മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വിഷയം എന്നിൽ ഏൽപ്പിക്കപ്പെട്ടപ്പോൾ ഞാൻ ആന്ന് പറഞ്ഞെങ്കിലും പിന്നെയാണ് അതിൻ്റെ എന്താണ് ക്രയവിക്രയങ്ങളാണെന്ന് ആലോചിച്ചത്. ഇതിൻ്റെ മുമ്പ് ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് ഗവേഷണവും പഠനമൊക്കെ നടത്തലുണ്ടെങ്കിലും ഇതിൻ്റെ സാമ്പത്തിക വശത്തെക്കുറിച്ച് മാത്രം ഞാൻ നടത്തിയിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും നിങ്ങളിത് ഏൽപ്പിച്ചുകൊണ്ട് ഒരു 10 പുസ്തകം ഞാൻ അതിനു വേണ്ടി ഞാൻ റെഫർ ചെയ്തു. അൽഹംദുലില്ലാഹ് എനിക്കതൊരു നല്ല ഗുണമായി എന്ന് എനിക്ക് ജീവിതത്തിൽ അനുഭവപ്പെടുന്നുണ്ടായി. ഏതായാലും ഞാൻ ഈ വിഷയത്തിലേക്കാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഇത് ശരിയായ രൂപത്തിൽ ഗ്രഹിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇസ്ലാമിലെ സാമ്പത്തിക ക്രയവിക്രയങ്ങളും സ്വഹാബി വനിതകളുടെ മാതൃകകളും എന്നതാണ് നമ്മുടെ പ്രസൻറ്റേഷനുള്ള വിഷയം. ഇസ്ലാം എന്ന വിമോചന പ്രത്യയശാസ്ത്രത്തിലെ സാമ്പത്തിക ക്രയവിക്രയങ്ങളുടെ ഫലം ഏവരെയും ആശ്ചര്യപ്പെടുത്തുന്നതാണ്. സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത ക്ഷേമരാഷ്ട്ര നിർമ്മിതി എത്ര അത്ഭുതാവഹമാണത്! ആ ഐശ്വര്യ രാഷ്ട്രത്തിന് സ്വഹാബി വനിതകളുടെ സംഭാവനകൾ വർണ്ണനാതീതം തന്നെ. അവരിൽ ഏറെ പ്രമുഖരാണ് പ്രവാചകവതി ഖദീജ ബിൻത്ത് ഖുവൈലിദ്, ആയിഷ ബിൻത്ത് അബീബക്കർ, സൈനബ് ബിൻത്ത് ജയ്ഷ്, അസ്മാ ബിൻത്ത് അബീബക്കർ, ഉമ്മു സുലൈമ ബിൻത്ത് മിൽഹാൽ, റുഫൈദ അസ്ലമിയ, ഷിഫ, സമുറ ബിൻത്ത് നഹീഖ്, ഹഫ്സ ബിൻത്ത് ഉമർ, സൈനബ് ബിൻത്ത് ഹുസൈമ, സഫിയ റളിയല്ലാഹു അൻഹ തുടങ്ങിയവർ. ഞാൻ അധികം സമയമാവെന്ന് വിചാരിച്ചിട്ട് ചുരുക്കിയിട്ടാണ് കേട്ടോ അവരുടെയൊക്കെ അവസാനം റളിയല്ലാഹു അൻഹുവിനെ പറയുള്ളൂ. സ്ത്രീക്ക് സ്വത്ത് സമ്പാദിക്കാനും കൈകാര്യം ചെയ്യുവാനും ഇസ്ലാം പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. ഖുർആനിൽ അല്ലാഹു പറയുന്നു, ലിരിജാലി നസീബും മിമ്മക്തസബു വലിന്നിസാഇ നസീബും മിമ്മക്തസബിന. സൂറത്തുൻ നിസാ 32-ാം വചനം. പുരുഷന്മാർ സമ്പാദിച്ചതെന്തോ അതിനനുസരിച്ച് അവർക്ക് വിഹിതമുണ്ട്, സ്ത്രീ സമ്പാദിച്ചതെന്തോ അതിനനുസരിച്ച് അവർക്കും വിഹിതമുണ്ട്. വിവാഹവേളയിൽ സ്ത്രീക്ക് പുരുഷൻ മഹർ വിവാഹമൂല്യം കൊടുക്കൽ നിർബന്ധമാക്കി. അതേ അവസരം സ്ത്രീ പുരുഷന് ഒന്നും നൽകേണ്ടതില്ല. സ്ത്രീകളുടെ വിവാഹമൂല്യം നിങ്ങൾ ബാധ്യതയായി ഗണിച്ചുകൊണ്ട് സന്തോഷത്തോടെ കൊടുത്തു വീട്ടേണ്ടതാകുന്നു. അവർ സ്വമനസ്സാലെ അതിൽ നിന്ന് വല്ലതും നിങ്ങൾക്ക് വിട്ടു തന്നാൽ ആയത് സന്തോഷപൂർവ്വം ഭുജിച്ചു കൊള്ളുകയും. സൂറത്തുൻ നിസാ 4-ാം വചനം. അവൾക്ക് ലഭിക്കുന്ന മഹർ, വിവാഹമൂല്യം, അനന്തരാവകാശം തുടങ്ങിയ സമ്പത്ത് അവളുടേത് മാത്രമാണ്. ഏത് തരത്തിലുള്ള ബന്ധുവായാലും ഒരു പുരുഷനും അതിൽ ഇടപെടാൻ അവകാശമില്ല. ഇബ്നു ഹസം റളിയല്ലാഹു അൻഹു റഹിമഹുല്ലാഹ് പറയുന്നു, വീടും സ്ഥലവും ഉടമപ്പെടുത്തുവാനും വിവാഹമൂല്യം ദാനം ചെയ്യാനും ഒക്കെ സ്ത്രീക്ക് അവകാശമുണ്ട്. പിതാവിനോ ഭർത്താവിനോ അതിനെ എതിർക്കാൻ അവകാശമില്ല. പെണ്ണിന് സ്വന്തമായി പണം സമ്പാദിക്കാനും കച്ചവടം നടത്താനും സാമ്പത്തിക ഇടപാടുകൾ നടത്താനും ഇസ്ലാം സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ഇമാം മുഹമ്മദ് അബ്ദു എഴുതി, ഈ സാമ്പത്തിക സ്വാതന്ത്ര്യം വഴി മുമ്പൊരു മതവും നിയമവും നൽകിയിട്ടില്ലാത്ത പദവിയിലേക്കാണ് ഇസ്ലാം സ്ത്രീയെ ഉയർത്തിയത്. ഇസ്ലാമിന് മുമ്പും പിമ്പും ഒരു സമൂഹത്തിനും ഇത് സാധിച്ചിട്ടില്ല. സ്ത്രീയെ ഏറെ ആദരിച്ച, അവരുടെ വിദ്യാഭ്യാസത്തിന് മുന്തിയ പരിഗണന നൽകിയ യൂറോപ്യൻ സമൂഹങ്ങളിൽ പോലും ആ നാടുകൾ ചിലതിൽ ഇപ്പോഴും ഭർത്താവിൻ്റെ അനുമതിയോടെ അല്ലാതെ സ്ത്രീക്ക് സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടത്താൻ അവകാശം നൽകപ്പെട്ടിട്ടില്ല. സമ്പത്ത് അള്ളാഹുവിൻ്റേതാണ് എന്ന ബോധത്തോടെ ജീവിച്ച മനുഷ്യരെ സകല അസമത്വങ്ങളിൽ നിന്നും അനീതിയിൽ നിന്നും വിമോചിപ്പിച്ച ഇസ്ലാമിന് പ്രചോദകമായ പ്രവാചകന്റെ കൂടെ ആ കാലഘട്ടത്തിൽ ജീവിച്ച മഹിളാരത്നങ്ങളുടെ മഹൽ ജീവിതത്തിലെ സാമ്പത്തിക ക്രയവിക്രയങ്ങളെ കുറിച്ചാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. ഖദീജ ബിൻത്ത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹ, കാലം കണ്ട തുല്യതയില്ലാത്ത മഹദി, പ്രവാചകന്റെ പ്രിയപ്പെട്ട പ്രഥമ പത്നി, തൻ്റെ പ്രിയതമൻ പ്രവാചകനായി നിയോഗിതനായി എന്ന് കേട്ട മാത്രയിൽ അദ്ദേഹത്തിന് അവതീർണമായ ദിവ്യ സന്ദേശത്തിലും അവർ വിശ്വസിച്ചു. ജീവിതത്തിൽ ഒരിക്കലും വിഗ്രഹ പൂജ നടത്തിയിട്ടില്ലാത്ത 6-ാം വയസ്സു മുതൽ തൻ്റെ മനസ്സിൽ ഉയർന്നു വന്ന ചിന്തയും ചോദ്യവും കാരണം
വിഗ്രഹാരാധനയിൽ നിന്ന് വിട്ടുനിൽക്കുകയും പിതൃവ്യപുത്രൻ വറഖത്ത് ബിൻ നൗഫലിൽ നിന്ന് പരലോക വിശ്വാസത്തിന്റെ പാഠം പകർന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു അവർക്ക്. അശ്ലീലവും നിർലജ്ജവുമായ കാര്യങ്ങളോട് ചെറുപ്പത്തിൽ തന്നെ അവർക്ക് അറപ്പും വെറുപ്പുമായിരുന്നു. കേളികേട്ട കച്ചവടക്കാരിയായിരുന്ന ഖദീജ ബീവി അവർ സമ്പന്നയായിരിക്കെ തന്നെ കച്ചവടത്തിലും ഏർപ്പെടുകയുണ്ടായി. വിദൂര നാടുകളിലേക്ക് പോലും വ്യാപാര സംഘങ്ങളെ അയക്കുന്ന പേരുകേട്ട വ്യാപാരിയായിരുന്നു അവർ. മക്കയിൽ നിന്ന് ചരക്കുകൾ പുറം നാടുകളിലേക്ക് കയറ്റുമതി ചെയ്യുകയും അവിടെ നിന്ന് ചരക്കുകൾ ഇറക്കുമതിയും ചെയ്യുക അവരുടെ പതിവായിരുന്നു. വർഷത്തിൽ 2 തവണ ഈ വിധം വ്യാപാരത്തിൽ ഏർപ്പെട്ടു. ശൈത്യകാലത്ത് സിറിയയിലേക്കും വേനൽക്കാലത്ത് യമനിലേക്കും വ്യാപാര സംഘങ്ങളെ അയക്കുമായിരുന്നു അവർ. അതിലൂടെ അവർക്ക് ധാരാളമായി ധനം സമ്പാദിക്കാൻ സാധിച്ചു. മക്ക മുതൽ ഡമസ്കസ് വരെ വ്യാപിച്ചു കിടക്കുന്ന വ്യാപാര ശൃംഖലയുടെ ഉടമയായിരുന്നു അവർ. സമ്പത്ത് കയ്യിൽ വരുന്നതിനനുസരിച്ച് അവർ കൂടുതൽ ഉദാരയായി. അതിനാൽ അവർ അത്യുദാര എന്ന് അറിയപ്പെട്ടു. ഖദീജ ബീവിക്ക് കച്ചവടത്തിന്റെ എല്ലാ ട്രിക്കുകളും അറിയാമായിരുന്നു. സത്യസന്ധരായ അർപ്പണ ബോധമുള്ളവരെ പരസ്യം ചെയ്ത് കണ്ടെത്തി കച്ചവടം ഏൽപ്പിച്ചു കൊടുക്കും. ജോലിക്കെടുക്കുന്നവർക്ക് നല്ല ശമ്പളം നൽകി ലാഭം കൂടുന്നതിനനുസരിച്ച് തൻ്റെ ജോലിക്കാർക്ക് പാരിതോഷികങ്ങൾ നൽകി അവരെ സന്തോഷിപ്പിച്ചു. തൻ്റെ കച്ചവട സംഘങ്ങൾ വിദൂര ദേശത്തേക്ക് പോകുമ്പോൾ അവർ നേരിട്ടെത്തി അവരെ യാത്ര അയക്കും. തിരിച്ചെത്തുമ്പോൾ അവരെ സ്വീകരിക്കാനും അവരെത്തും. കച്ചവട യാത്രയിലുള്ള അനുഭവ വിവരണങ്ങൾ ശ്രദ്ധയോടെ കേൾക്കും. കണക്കുകൾ ശ്രദ്ധിക്കും. വൻ വ്യാപാര ശൃംഖലയെ നിയന്ത്രിക്കാനുള്ള എല്ലാ കഴിവുകളും അവരിൽ ഒത്തിണങ്ങിയിരുന്നു. ഖദീജ ബീവിയുടെ വ്യാപാരത്തിന്റെ ബന്ധമാണല്ലോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള വിവാഹത്തിലേക്ക് അദ്ദേഹത്തെ ചെന്നെത്തിക്കുന്നത്. അതുപോലെ തന്നെ മൈസറ എന്ന ഭൃത്യയുടെ വിവരണത്തിലൂടെ പ്രവാചകന്റെ സ്വഭാവം കേട്ടറിഞ്ഞ് അത് വിവാഹത്തിലെത്തി. വിവാഹശേഷം ഖദീജ റളിയല്ലാഹു അൻഹ മൃഗങ്ങളെ അറുത്ത് പാവങ്ങൾക്ക് വിതരണം ചെയ്തു. കുടുംബ ബന്ധുമിത്രാദികളെ വീട്ടിലേക്ക് ക്ഷണിച്ചു. പ്രിയപുത്രന്റെ വിവാഹ കർമ്മത്തിന് സാക്ഷ്യം വഹിക്കാനെത്തിയ അലീമ സഅദിയെ ആദരിച്ചു. ജീവിത പങ്കാളിക്ക് മുലയൂട്ടി അവർക്ക് 40 ആടുകളെ പാരിതോഷികമായി നൽകിയാണ് അവരെ യാത്ര അയച്ചത്. തൻ്റെ അടിമ സൈനദ് ബിൻ ഹാരിസയെ നബിക്ക് ഇഷ്ടമാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന് അത് നൽകി. അതുപോലെ തന്നെ പിതൃവ്യപുത്രന്റെ സാമ്പത്തിക പ്രയാസം മനസ്സിലാക്കി സന്താനങ്ങളിൽ ഒരാളെ ഏറ്റെടുക്കാൻ പ്രവാചകൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അതിനെ സ്വാഗതം ചെയ്തു. മാത്രമല്ല ഇങ്ങനെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നന്മകളും സദ്ഗുണങ്ങളും പകർത്തിയെടുത്ത് കൂടെ കഴിയാൻ അലി റളിയല്ലാഹു അൻഹുവിന് അവസരം നൽകുകയും ചെയ്തു. പൂർണ്ണ ഉത്തരവാദിത്ത ബോധത്തോടെ വ്യാപാരത്തിലേക്ക് ഇറങ്ങുക വഴി ജനങ്ങളുടെ പൊള്ളുന്ന അനുഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ അവർക്ക് അവസരമുണ്ടായി. ഇടതടവില്ലാതെ വന്നുകൊണ്ടിരുന്ന അളവറ്റ ധനം അവരെ ഉന്മത്തയാക്കുന്നതിന് പകരം കൂടുതൽ ഉത്തരവാദിത്ത ബോധമുള്ളവരാക്കി. അവർ വ്യാപാരത്തോടൊപ്പം സാമൂഹ്യ സേവനത്തിലും സജീവമായി. മക്ക വനിതകളുടെ നേതാവെന്ന ബഹുമതി പട്ടത്തിനും അത് അവരെ അർഹയാക്കി. ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട അനേകം അനുഭവങ്ങളിൽ ഒന്ന് ഇവിടെ കുറിക്കുന്നു. സുലൈം ഗോത്രക്കാരിയായിരുന്ന ഒരു സാധു സ്ത്രീയായിരുന്നു മാവിയ. അതേ ഗോത്രക്കാരനായ അദി അവരെ വിവാഹം ചെയ്തു. ഗർഭിണിയായപ്പോൾ പെണ്ണിനെയാണ് പ്രസവിക്കുന്നതെങ്കിൽ 2 പേരെയും കൊല്ലുമെന്ന് ഭീഷണി തുടർന്നുകൊണ്ടിരുന്നു. പ്രസവം അടുത്തപ്പോൾ ഖുറൈശി വനിതകളെ അവർ വിവരമറിയിച്ചു. വിവരമറിഞ്ഞ വറഖത്ത് ബിൻ നൗഫൽ അവരെ ഖദീജ ബീവിയുടെ അടുത്തേക്ക് അയച്ചു. അയാളുടെ ദാരിദ്ര്യമാണ് അവരുടെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് മനസ്സിലാക്കി അവർ താൽക്കാലിക സഹായത്തിന് പുറമെ കുടുംബത്തിന്റെ ദാരിദ്ര്യം തിരിച്ചു വരാത്ത വിധം സമ്പാദിക്കാൻ കഴിയുന്ന ഒരു ജോലിയിൽ ഖദീജ റളിയല്ലാഹു അൻഹ അവരെ ഏർപ്പെടുത്തി കൊടുത്തു. ഇനി സഹോദരി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹോദരി ഷൈമക്ക് 4 അടിമകളെയും ഏതാനും കാലികളെയും ഖദീജ റളിയല്ലാഹു അൻഹ നൽകുകയുണ്ടായി. ഇനി ആയിഷ ബിൻത്ത് അബീ ബക്കർ റളിയല്ലാഹു അൻഹു മനുഷ്യ വിമോചനത്തിന്റെ പ്രത്യയശാസ്ത്രമായ ഇസ്ലാമിലെ അബൂബക്കർ സിദ്ദീഖിൽ നിന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ചെറുപ്പത്തിൽ തന്നെ പരിശീലനം സിദ്ധിക്കാൻ ആയിഷ റളിയല്ലാഹു അൻഹക്ക് സാധിച്ചു. ഇസ്ലാമിക ചരിത്രത്തിലെ അദ്വിതീയ വ്യക്തിത്വമാണ് വിശ്വാസികളുടെ മാതാവായ ആയിഷ റളിയല്ലാഹു അൻഹ. ഇസ്ലാമിക വിജ്ഞാനീയത്തിൽ അവഗാഹം നേടിയ ഇവർ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാതാവ്, ഹദീസ് നിരൂപക, പ്രഭാഷക, കവയത്രി എന്നീ നിലകളിൽ എല്ലാം ശോഭിച്ച മഹിളാരത്നമാണ്. വിശാലമായ ഔദാര്യശീലമാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഗുണങ്ങളിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നത്. അവരെ പോലെ ധർമ്മനിഷ്ഠരായവർ വളരെ അപൂർവമാണ്. കുറേശ്ശെയായി
ശേഖരിച്ച് വലിയ തുകയാകുമ്പോൾ ആവശ്യക്കാർക്ക് അത് കൊടുക്കുന്ന ഒരു രീതിയാണ് അവർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അവർ പലരിൽ നിന്നും കടം വാങ്ങിയിരുന്നു. കടം വാങ്ങിയത് പാവപ്പെട്ടവരായ ആളുകളുടെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി കൂടിയായിരുന്നു. ധർമ്മം ചെയ്യുന്ന കാര്യത്തിൽ കുറച്ചെന്നോ അധികമെന്നോ നോട്ടമുണ്ടായിരുന്നില്ല. എന്താണോ കയ്യിലുള്ളത് ചോദിച്ചു വരുന്നവർക്ക് അതെടുത്തു കൊടുക്കാൻ ഒരു വൈമനസ്യവും അവർക്കുണ്ടായിരുന്നില്ല. ഒരിക്കൽ ഒരു യാചകി 2 കുട്ടികളെയും എടുത്തുകൊണ്ട് അവരുടെ വീട്ടിലെത്തുകയുണ്ടായി. ഒരു കാരക്ക ഉണ്ടായിരുന്ന 2 ചീളുകളാക്കി കുട്ടികൾക്ക് 2 പേർക്കും കൊടുത്തു. മറ്റൊരിക്കൽ ഒരു യാചകൻ വന്നപ്പോൾ വീട്ടിലാകെ ഉണ്ടായിരുന്ന ഒരു മുന്തിരിക്കുര എടുത്ത് അദ്ദേഹത്തിന് നൽകി. അപ്പോൾ രണ്ടാമതൊന്ന് കിട്ടുന്നതിന് വേണ്ടി അദ്ദേഹം നോക്കിയപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നോക്കൂ ഇനി അതിൽ എത്ര ബാക്കിയുണ്ട് എന്ന്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ തൻ്റെ മുമ്പിൽ വെച്ച് 70,000 വരുന്ന തുക ദാനം ചെയ്തതായി ഉർവ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. ഒരിക്കൽ അമീർ മുആവിയ 1,00,000 ദിർഹം അവർക്ക് അയച്ചു കൊടുത്തു. വൈകുന്നേരമായപ്പോൾ ഒരു ചില്ലിക്കാശ് പോലും ബാക്കിയില്ലാതെ എല്ലാം ദാനം ചെയ്തു. അവർക്കന്ന് നോമ്പുണ്ടായിരുന്നു. നോമ്പ് തുറക്കാൻ വല്ലതും ബാക്കി വെക്കണമെന്ന് ഭൃത്യ വന്ന് പറഞ്ഞു. നേരത്തെ അത് ഓർമ്മയാക്കാമായിരുന്നില്ലേ? അതായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹയുടെ മറുപടി. ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ 2 വലിയ സഞ്ചിയിൽ 1,00,000 ദിർഹം അയച്ചു കൊടുത്തു. അവരത് ഒരു കൂട്ടം ആളുകൾക്കിടയിൽ ഭാഗിച്ചു കൊടുത്തു. അന്നും നോമ്പുണ്ടായിരുന്നു. വൈകുന്നേരം ഭൃത്യയോട് നോമ്പ് തുറക്കാൻ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടപ്പോൾ ഉമ്മുൽ മുഅ്മിനീൻ തുകയിൽ നിന്ന് ഒരു മാംസം വാങ്ങാൻ എന്തെങ്കിലും എടുത്തു വെക്കാമായിരുന്നില്ലേ? ഭൃത്യ പറഞ്ഞു, ആക്ഷേപിക്കാതെ അന്നേരം നീ എന്തുകൊണ്ട് എന്നെ ഓർമ്മയാക്കിയില്ല? മറ്റൊരു സംഭവം കൂടി, അന്നും നോമ്പനുഷ്ഠിച്ച ദിവസമാണ്. വീട്ടിൽ ഒരു റൊട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു യാചകിയുടെ ശബ്ദം. അപ്പോൾ അവർ പറഞ്ഞു, അത് എടുത്തു കൊടുക്കുക, റൊട്ടി എടുത്തു കൊടുക്കുക. അപ്പോൾ ഭൃത്യ പറഞ്ഞു, ആകെ ഒരു റൊട്ടി മാത്രമേ നിങ്ങൾക്ക് നോമ്പ് തുറക്കാനുള്ളൂ. അവർ പറഞ്ഞു, അത് കൊടുക്കുക. അങ്ങനെ രാത്രിയായപ്പോൾ ആട്ടുമാംസക്കുറി ആരോ പാരിതോഷികമായിട്ട് അവർക്ക് കൊടുത്തയച്ചു. അപ്പോൾ പറഞ്ഞു ഭൃത്യയോട്, ഇതാ നിന്റെ റൊട്ടിയേക്കാൾ എത്രയോ നല്ല ഭക്ഷ്യപദാർത്ഥം അള്ളാഹു എനിക്ക് കൊടുത്തയച്ചിരിക്കുന്നു എന്ന് പറയുകയുണ്ടായി. താൻ താമസിക്കുന്ന ഭവനം കൂടി അവർ അമീർ മുആവിയക്ക് വിൽക്കുകയുണ്ടായി. വിലയായി കിട്ടിയ സംഖ്യയാവട്ടെ മുഴുവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വ്യയം ചെയ്യുകയുണ്ടായി. ആയിഷ റളിയല്ലാഹു അൻഹ ഒരു വീട് പാവങ്ങൾക്കായി വഖഫ് ചെയ്തു. ഒരിക്കൽ ഒരു പ്രായശ്ചിത്തത്തിൻ്റെ പേരിൽ 40 അടിമകളെ മോചിപ്പിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ സ്വതന്ത്രയാക്കിയ അടിമകളുടെ എണ്ണം 67 ആണ്. തമീം ഗോത്രത്തിലെ ഒരു അടിമ സ്ത്രീ അവരുടെ അധീനതയിലുണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ഇസ്മായിൽ വംശത്തിൽപ്പെട്ട വ്യക്തിയാണെന്ന്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അവരെ മോചിതയാക്കുകയുണ്ടായി. ബരീറ എന്ന മറ്റൊരു സ്ത്രീ, അവർ മോചന പത്രം എഴുതിയിട്ടുണ്ടെന്നും എന്നാൽ അവർക്കത് കൊടുത്തു വീട്ടാൻ കഴിവില്ലെന്നും അറിയിച്ചു. അപ്പോൾ അവർ അതിൻ്റെ മുഴുവൻ സംഖ്യയും കൊടുത്തുകൊണ്ട് അവരെ മോചിപ്പിക്കുകയുണ്ടായി. ഇനി സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ, സുന്ദരയും കുലീനയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മാവി ഉമൈമ ബിൻത് അബ്ദുൽ മുത്തലിബിൻ്റെ മകളുമാണ് സൈനബ് ബിൻത് ജഹ്ഷ്. ദത്തുപുത്രന്മാരൊരിക്കലും സ്വന്തം പുത്രന്മാരല്ലെന്നും അവരുടെ ഭാര്യമാർ സ്വന്തം പുത്രന്മാരുടെ ഭാര്യമാരല്ലെന്നുമുള്ള നിയമം പ്രവർത്തിച്ച് കാണിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെട്ടത് പ്രകാരമാണ് സൈനബ് ബിൻത് ജഹ്ഷിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കുന്നത്. സൈനബ് റളിയല്ലാഹു അൻഹ തുകൽ ഉറക്കിട്ട് വൃത്തിയാക്കുന്നതിൽ വളരെ വിദഗ്ധയായിരുന്നു. അവർ തുകൽ കൊണ്ട് സഞ്ചിയും വസ്തുക്കളും പാദരക്ഷകളും നിർമ്മിച്ചിരുന്നു. അങ്ങനെ അത് ദരിദ്രരായ പാവങ്ങൾക്ക് അവർ നൽകിയിരുന്നു. അതുപോലെ തന്നെ തോൽ കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ വിറ്റ് കിട്ടുന്ന ധനം ഉദാരമായി ധർമ്മം ചെയ്തിരുന്നു. നബി പത്നിമാരിൽ കൂടുതൽ ധർമ്മിഷ്ഠയായിരുന്നു ഈ മഹദി. അവരുടെ മരണവാർത്ത കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അഭിപ്രായപ്പെട്ടത് ഇങ്ങനെയാണ്: ശ്ലാഘനീയയും ആരാധനാ നിരതയും അനാഥരുടെയും വിധവകളുടെയും ആശ്രയവുമായ അവർ നമ്മെ പിരിഞ്ഞിരിക്കുന്നു. എന്നിട്ട് അവർ തുടർന്നു, നിങ്ങൾ നീണ്ട കൈയുള്ളവളാണ്, എന്നെ ആദ്യം പ്രാപിക്കുക എന്ന് നബി തിരുമേനി പ്രസ്താവിച്ചു. തിരുമേനിയുടെ നിര്യാണത്തിന് ശേഷം ഞങ്ങൾ ആരുടെയെങ്കിലും ഭവനത്തിൽ ഒത്തുചേർന്നാൽ ചുമരിൽ കൈകൾ വെച്ചുകൊണ്ട് അളന്നുകൊണ്ടിരുന്നു. എന്നാൽ സൈനബ് ബിൻത് ജഹ്ഷ് മരിക്കുന്നവരെ ഞങ്ങളത് തുടർന്നുകൊണ്ടിരുന്നു. അവരുടെ കൈ ഞങ്ങളുടെ കൈയിനേക്കാൾ നീളമുണ്ടായിരുന്നില്ല. എന്നാൽ അവരുടെ മരണത്തോടുകൂടി ഞങ്ങൾക്ക് മനസ്സിലായി ധർമ്മം ചെയ്യുന്ന കൈയാണ് നീളമുള്ള കൈ എന്ന് പ്രവാചകൻ ഉദ്ദേശിച്ചത് എന്ന്. പൊതു ഖജനാവിൽ നിന്ന് വിഹിതമായി 12,000
12,000 വെള്ളി ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു സൈനബ് റളിയല്ലാഹു അൻഹയ്ക്ക് കൊടുത്തയച്ചു. തുടർന്ന് അത് ബന്ധുക്കൾക്കും അവശ്യവിഭാഗങ്ങൾക്കും സൈനബ് റളിയല്ലാഹു അൻഹ വീതിച്ചു നൽകി. ഗാർഹിക ആവശ്യങ്ങൾക്ക് അതിൽ നിന്ന് ഒന്നും എടുത്തു വെച്ചില്ല. വിവരമറിഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹു അവരുടെ വാതിൽക്കൽ ചെന്നുകൊണ്ട് അവരോട് പറഞ്ഞു, ഇനി ഞാൻ 1,000 വെള്ളി കൂടി നിങ്ങൾക്ക് കൊടുത്തയക്കാം. അത് നിങ്ങളുടെ ഗാർഹിക ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കരുതി വെക്കണം. പക്ഷേ അത് വീട്ടിൽ 1000 വെള്ളി എത്തിയ ഉടനെ തന്നെ അതും പാവപ്പെട്ടവർക്കായി അവർ വീതിച്ചു നൽകുകയാണ് ചെയ്തത്, ഒന്നും ബാക്കി വെക്കാതെ. മാത്രമല്ല അവരിങ്ങനെ പ്രാർത്ഥിക്കുകയോട് ചെയ്തു, അള്ളാഹുവെ, ഈ വർഷാനന്തരം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ദാനം വീണ്ടും എന്നെ തേടി വരാൻ ഇടയാക്കരുത് എന്ന്. അവരുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയും അധികം താമസിയാതെ ഇഹലോകവാസം വെടിയുകയും ചെയ്തു. ഒരിക്കൽ സൈനബ് റളിയല്ലാഹു അൻഹ പറഞ്ഞു, എനിക്ക് വേണ്ട അന്ത്യപ്പുടവ ഞാൻ തന്നെ കരുതി വെച്ചിട്ടുണ്ട്, എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹു എനിക്ക് വേണ്ടി മറ്റൊരു പുടവ കൊടുത്തു അയക്കുമെന്ന് എനിക്കറിയാം. അത് നിങ്ങൾ അതിലേതെങ്കിലും ഒന്ന് ദാനം ചെയ്യണം. മാത്രമല്ല ഞാൻ ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രം കൂടി നിങ്ങൾ ദാനം ചെയ്യണം എന്ന് അവർ പറയുകയുണ്ടായി. അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ ഇസ്ലാമിൽ ആണും പെണ്ണുമായി 7 അനുയായികൾ മാത്രമുള്ളപ്പോഴാണ് അവർ സത്യവിശ്വാസിനിയായി തീർന്നത്. ഇരട്ടപ്പട്ടക്കാരി എന്ന കീർത്തിനാമത്തിൽ അറിയപ്പെട്ട ധീരയും പ്രതിസന്ധി കാര്യങ്ങളിൽ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുന്നതിൽ ഇടുക്കിയുമായിരുന്നു അവർ. അസ്മാ കൈയച്ച് ദാനം ചെയ്യാറുണ്ടായിരുന്നു. നിസ്തുലമായ അവരുടെ ദാനശീലം മനസ്സിലാക്കാൻ മകൻ അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു പ്രസ്താവന മാത്രം മതി. എൻ്റെ മാതൃ സഹോദരി ആയിഷയും മാതാവ് അസ്മായിനെയും പോലെ ധർമ്മിഷ്ഠകളായ സ്ത്രീകളെ ഞാൻ കണ്ടിട്ടേയില്ല. എന്നാൽ ഇവരുടെ ഔദാര്യശീലം വ്യത്യസ്തമാണ്. മാതൃ സഹോദരി ഒന്നിൻ്റെ കൂടെ ഒന്ന് കൂട്ടിവെച്ചുകൊണ്ട് കൂടുതലായിട്ട് പിന്നെയാണത് വീതിച്ചു നൽകുക. എൻ്റെ മാതാവാകട്ടെ നാളേക്കൊന്നും നീട്ടിവെച്ചിരുന്നില്ല. മകൾക്ക് മാത്രമല്ല, മകൾ അസ്മാവിന് അവർ നൽകിയ ഉപദേശം ഇതാണ്: നിങ്ങൾ ധർമ്മം ചെയ്യുക, ആവശ്യം കഴിച്ച് മിച്ചമുണ്ടാവട്ടെ എന്ന് കരുതി കാത്തു നിൽക്കരുത്. മിച്ചത്തിന് വേണ്ടി കാത്തു നിന്നാൽ ഒന്നും നിങ്ങൾക്ക് മിച്ചമുണ്ടാവുകയില്ല. ധർമ്മം ചെയ്താൽ അത് നഷ്ടമാവുകയുമില്ല. ഭർത്താവിൻ്റെ കൂടെ പ്രാരാബ്ധ ജീവിതം നയിക്കുമ്പോഴും അസ്മാ റളിയല്ലാഹു അൻഹ കഴിയുന്ന രൂപത്തിൽ ദാനം ചെയ്തിരുന്നു. ഇനി റുഫൈദ അസ്ലമിയ. മദീനയിലെ അസ്ലം ഗോത്രത്തിൽ ജനിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുഹാജിറുകളും മദീനയിൽ എത്തിയ ഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ചു. അവർ ഇസ്ലാമിക ചരിത്രത്തിലെ പ്രഥമ വനിതാ ഡോക്ടർ ഫ്ലോറൻസ് നൈറ്റിംഗേൽ എന്നാണ് പാശ്ചാത്യ സമൂഹം പരിചയപ്പെടുത്തുന്നത്. എന്നാൽ റുഫൈദിയ അസ്ലമിയ ആണ് ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ 1200 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്താബ്ദം 620 രംഗത്ത് വന്നത്. റുഫൈദ അൽ അസ്ലമിയ ഇസ്ലാമിക ചരിത്രത്തിലെ പ്രഥമ ആശുപത്രി, പ്രഥമ മൊബൈൽ ആശുപത്രി, തമ്പാശുപത്രി, തുറന്ന ആശുപത്രി എന്നിവ അവർ സ്ഥാപിക്കുകയുണ്ടായി. അവർ സമ്പന്നയും ശസ്ത്രക്രിയാ വിദഗ്ധയുമായിരുന്നു. ആ മേഖലയിൽ ധാരാളമായി പണം ചെലവഴിച്ചു. ചികിത്സക്ക് ആവശ്യമായ മരുന്നുകളും മറ്റു വസ്തുക്കളും ഒട്ടകപ്പുറത്ത് കയറ്റി ആവശ്യ സ്ഥലത്തേക്ക് കൊണ്ടുപോകാറുണ്ടായിരുന്നു. യുദ്ധരംഗത്ത് മാത്രമല്ല, മദീനയിലെ രോഗികളെ ചികിത്സിച്ചിരുന്നു അവർ. മാത്രമല്ല, ആരോഗ്യ പരിരക്ഷാ രംഗത്ത് ആയിഷ ഉൾപ്പെടെ മറ്റ് അനേകം പേർക്ക് പരിശീലനം നൽകുകയും ചെയ്തിരുന്നു. അവർ രോഗികളുമായി ബന്ധപ്പെട്ട സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിച്ചു കുട്ടികളെയും അനാഥകളെയും വികലാംഗരെയും ദരിദ്രരെയും സഹായിക്കുവാനും അവർ മുമ്പിലുണ്ടായിരുന്നു. ഷിഫ ബിൻത് അബ്ദുല്ലാ റളിയല്ലാഹു അൻഹ ഖുറൈശ് ഗോത്രത്തിലെ ബനു ആദി കുടുംബത്തിൽ ജനിച്ചു. അക്കാലത്ത് എഴുത്തും വായനയും അറിയുന്ന 20 പേരിൽ ഒരാൾ അവരായിരുന്നു. ബുദ്ധിമതി, ചികിത്സ അറിയുന്നവർ പലർക്കും എഴുത്തും വായനയും പരിശീലിപ്പിച്ചവരാണ് ഷിഫ. വ്യാപാര കാര്യങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഉപദേശം തേടിയിരുന്നു പതിവായിരുന്നു എന്നാണ് പറയുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് മദീന മാർക്കറ്റിൻ്റെ കൺട്രോളർ ചുമതലക്കാരിയായിരുന്നു അവർ. ചതിയും വഞ്ചനയും കയ്യോടെ പിടികൂടിയിരുന്നു. കച്ചവടത്തിലെ നിയമങ്ങൾ, സംശയങ്ങൾ ഷിഫയുമായി ചർച്ച ചെയ്താണ് തീരുമാനിക്കാൻ ഉമർ റളിയല്ലാഹു അൻഹു സഹാബിമാരോട് ആവശ്യപ്പെട്ടിരുന്നു. മാത്രമല്ല, മദീനയിൽ ഇത് വിജയപ്രദമായതോടെ മക്കയിൽ സമുറ ബിൻത് നഹീഖിനെയും ഉമർ റളിയല്ലാഹു അൻഹു മക്ക മാർക്കറ്റിൻ്റെ ചുമതലക്ക് വേണ്ടി നിയോഗിക്കുകയുണ്ടായി. ഉമ്മു സുലൈം ബിൻതു മിൽഹാൻ റളിയല്ലാഹു അൻഹ, മിൽഹാന്റെ മകൾ ഉസൈമ, ദാനശീലം ഇവരുടെ ഒരു സഹജ ഗുണമായിരുന്നു. സുന്ദരി, ബുദ്ധിമതി, ധീര ഇവയൊക്കെ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ പ്രത്യേകതകളാണ്.
ഇസ്ലാമിക ചരിത്രത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒരു നക്ഷത്രമാണവർ. റസൂൽ ഉമ്മുസ്ലൈം റളിയല്ലാഹു അൻഹയുടെ കാലൊച്ച സ്വർഗത്തിൽ ഞാൻ കേട്ടു എന്ന് പറഞ്ഞ ഭർത്താവിനെ കാത്തു നിൽക്കാതെ ഇസ്ലാം സ്വീകരിച്ച അതിസമ്പന്നയായ അബൂ തൽഹ വിവാഹം അന്വേഷിച്ചപ്പോൾ ഇസ്ലാമിക പ്രബോധനം ചെയ്തു അവർ. താങ്കളുടെ ഇസ്ലാം ആശേഷം തന്നെ മതി എനിക്ക് മഹറായി എന്നുകൂടി അവർ പറയുകയുണ്ടായി. ദാനശീലം ഈ കുടുംബത്തിന്റെ സഹജ ഗുണമായിരുന്നു. തങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന വിവരം അതിഥി അറിയാതിരിക്കാൻ വിളക്കൂതി അത് നന്നാക്കിക്കൊണ്ടിരുന്നു അതിഥി ഭക്ഷണം കഴിച്ച് കഴിയുന്നതുവരെ. ഉമ്മു സലൈം റളിയല്ലാഹു അൻഹ അവരുടെ ആ പുണ്യപ്രവൃത്തിയെ പുകഴ്ത്തി സൂറത്തുൽ ഹശറിലെ അധ്യായം 12 വചനം അവതരിക്കുകയുണ്ടായി. പൂർണ്ണ ഗർഭിണിയായിരിക്കെ ഹുനൈൻ യുദ്ധത്തിൽ പങ്കെടുത്ത ഉമ്മു സലൈം നമുക്കെന്നും പ്രചോദനം തന്നെ. പ്രവാചകന് സ്വന്തം പേരിൽ വിവാഹ സമ്മാനം അവർ കൊടുത്തയച്ചു. സൊഫിയ ബിൻതു ഹുയൈ റളിയല്ലാഹു അൻഹ ജൂത ഗോത്രത്തലവൻ ഹുയൈ ബിൻ അഖ്തബിന്റെ പുത്രിയും പ്രവാചക പത്നിയുമായിരുന്നു സൊഫിയ റളിയല്ലാഹു അൻഹ. അവർ ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു സ്വർണ്ണാഭരണം നൽകി തൻ്റെ വീട് മരിക്കുന്നതിന് മുമ്പ് ദരിദ്രർക്ക് ദാനമായി നൽകാൻ അവർ വസിയത്ത് ചെയ്തു. ഉമ്മുൽ മുഅ്മിനീൻ സൈനബ് ബിൻതു ഹുസൈമ റളിയല്ലാഹു അൻഹ അഗതികളുടെ മാതാവ് ഉമ്മുൽ മസാക്കീൻ എന്നാണ് അവർ അറിയപ്പെട്ടിരുന്നത്. സൈനബ് ധാരാളമായി ദാനം ചെയ്യുകയും അഗതികളെ ഭക്ഷിപ്പിക്കുകയും ചെയ്തിരുന്നു. അഗതികളോടും ദരിദ്രരോടുമെല്ലാം വലിയ വാത്സല്യവും സ്നേഹവുമായിരുന്നു. അങ്ങേയറ്റത്തെ ഉദാരയായിരുന്നു അവർ. ഉമ്മുൽ മുഅ്മിനീൻ മൈമൂന റളിയല്ലാഹു അൻഹ പ്രവാചക പത്നി മൈമൂന റളിയല്ലാഹു അൻഹ പ്രവാചകൻ അറിയാതെ അവരുടെ കീഴിലുണ്ടായിരുന്ന അടിമപ്പെണ്ണിനെ സ്വതന്ത്രയാക്കിയെന്ന് ബുഖാരിയിൽ ഒരു ഹദീസിലുണ്ട്. സൈനബ് റളിയല്ലാഹു അൻഹ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ തൻ്റെ സമ്പത്ത് ദരിദ്രനായ ഭർത്താവിനും മക്കൾക്കും തൻ്റെ കീഴിലുള്ള അനാഥർക്കും നൽകാൻ ദാനം ചെയ്താൽ പ്രതിഫലം ലഭിക്കുമോ എന്ന് പ്രവാചകനോട് അന്വേഷിക്കുകയും അങ്ങനെ ലഭിക്കുമെന്ന് 2 പ്രതിഫലമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് അവർക്ക് വേണ്ടി ദാനം ചെയ്യുകയും ചെയ്തു. ഹഫ്സ ബിൻത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പുത്രിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയുമായിരുന്നു ഹഫ്സ റളിയല്ലാഹു അൻഹ. 20,000 ദീനാറിന് ആഭരണങ്ങൾ വാങ്ങി തൻ്റെ കുടുംബത്തിലെ പാവപ്പെട്ട സ്ത്രീകൾക്കായി വഖഫ് ചെയ്തു അവർ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മുസാഫിന്റെ പ്രതികൾ എഴുതിയുണ്ടാക്കുന്നതിൽ പങ്കുവഹിച്ചു. മരിക്കുമ്പോൾ തന്റെ സ്വത്തിന്റെ ഒരു ഭാഗം സഹോദരൻ അബ്ദുള്ളക്ക് ദാനം ചെയ്യുകയും ബാക്കി ദരിദ്രർക്ക് നൽകണമെന്ന് വസിയത്ത് ചെയ്യുകയും ചെയ്തു. സമാപനം. സ്വഹാബി വനിതകളുടെ സാമ്പത്തിക ക്രയവിക്രയങ്ങളെ കുറിച്ച് അന്വേഷണം എന്നെ അത്യധികം ആശ്ചര്യഭരിതയാക്കി. വാർത്താവിനിമയ സംവിധാനങ്ങളും വാഹന സൗകര്യങ്ങളും പരിമിതമായ കാലത്ത് രാഷ്ട്രാന്തരീയ തലത്തിൽ വനിതകൾ വ്യാപാരത്തിലും കച്ചവട യാത്രകളിലും ഏർപ്പെട്ടു. സത്യസന്ധമായ ചരക്ക് കൈമാറ്റങ്ങളിലൂടെ വൻ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കി. സമ്പത്ത് വ്യക്തി താല്പര്യങ്ങൾക്കായി കൂട്ടിവെക്കാതെ ദരിദ്രരും അവശരും അഗതികളുമായവരുടെ സമുദ്ധാരണത്തിനായി സന്തോഷപൂർവ്വം ചെലവഴിച്ചു അവർ. ഇന്ന് അധിക വീടുകളിലും ഡെഡ് മണി കുമിഞ്ഞുകൂടിയിരിക്കുന്നു. ആഭരണങ്ങളും ബാങ്ക് ബാലൻസുകളും പോലെ അത് രാജ്യത്തിന്റെ പുരോഗതിക്ക് തടസ്സമാവുന്നു. എന്നാൽ ഇങ്ങനെ ഒരവസ്ഥ ഇസ്ലാമിക രാജ്യത്ത് ഉണ്ടാവുകയില്ല. ഈ സാമ്പത്തിക ക്രയവിക്രയത്തിന്റെ ഫലമായിട്ടാണ് സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത ഒരു ക്ഷേമരാഷ്ട്രത്തെ പടുത്തുയർത്താൻ സാധിച്ചത്. രാഷ്ട്രത്തിലെ ദുർബല വിഭാഗത്തിന്റെ പ്രശ്നപരിഹാരത്തിന് സ്വഹാബി വനിതകൾ വഹിച്ച പങ്ക് നിസ്തുലമാണ്. അതിനെ എത്ര പ്രശംസിച്ചാലും മതിയാവുകയില്ല. തൻ്റെ ചുറ്റുമുള്ളവരുടെ ഏതൊരു പ്രശ്നവും സ്വന്തം പ്രശ്നമായി കണ്ടുകൊണ്ട് പരിഹരിക്കുന്നതിൽ അവർ വരിച്ച ത്യാഗം വർണ്ണനകൾക്ക് അതീതമാണ്. മദീന മക്ക മാർക്കറ്റുകളുടെ കൺട്രോളർമാരായി ഷിഫയും സമുറ ബിൻത് നഹീക്കും ഏവരെയും അത്ഭുതപ്പെടുത്തും. ഇസ്ലാം സ്വീകരിച്ച പ്രഥമ വ്യക്തിയും കോടീശ്വരിയുമായ ഖദീജ റളിയല്ലാഹു അൻഹ റസൂലിനോടുള്ള വിനയത്തോടെയുള്ള അവരുടെ പെരുമാറ്റം എൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ ആണ്ടിറങ്ങിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ കുട്ടികൾ ഇണകളോടുള്ള പെരുമാറ്റം പലപ്പോഴും ഈ നിലവിട്ട് മാത്സര്യത്തിൽ ചെന്നു ചേരുന്നു. ഇസ്ലാം സ്വീകരിച്ച പ്രഥമ വ്യക്തി ഖദീജ റളിയല്ലാഹു അൻഹ, പ്രഥമ രക്തസാക്ഷി സുമയ്യ റളിയല്ലാഹു അൻഹ, പ്രഥമ ഡോക്ടർ റുഫൈദ അസ്ലമിയ, അങ്ങനെ എത്രയെത്ര മഹദികൾ. എല്ലാവരിലേക്കും ഈ അന്വേഷണം ചെന്നെത്തിയിട്ടില്ല. ഇസ്ലാമിൻ്റെ വിമോചന പോരാട്ടങ്ങൾക്ക് നിത്യപ്രചോദകം നൽകുന്നതായിരുന്നു അവരുടെ ഓരോരുത്തരുടെയും ക്രയവിക്രയങ്ങൾ. ആ മഹദികളുടെ പാത പിന്തുടർന്ന് ജീവിച്ച് ഇരുലോകത്തും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നാഥൻ തുണക്കുമാറാകട്ടെ. ആമീൻ. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. സംശയങ്ങളൊന്നും ഇല്ല. അതായത് അവരുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന മാതൃക എന്ന് പറയുമ്പോൾ
അവര് പരലോകം, മനുഷ്യരുടെ ലക്ഷ്യം പരലോകം, ആ സ്വർഗം, അത് 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 ലഭിക്കാൻ, ആ സ്വർഗത്തിൽ കാലൊച്ച കേട്ടു തന്നെ പോലെ അത് ലഭിക്കണം എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമാണ് അവരുടെ മനസ്സിലുള്ളത്. അപ്പം അതുകൊണ്ടാണ്, അല്ലാത്തൊരാൾക്കും അങ്ങനെ ചെയ്യാൻ കഴിയില്ല. ആർക്കാ കഴിയുക? ആർക്കും കഴിയില്ല. പിന്നെ ഖുർആനിലൊരു പിന്നെ വചനം നമുക്ക് കാണാം, വല്ലദീന ഇദാ അൻഫഖൂലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ. ഇബാദുർ റഹ്മാന്റെ വിശേഷണങ്ങൾ വിശേഷിപ്പിക്കുമ്പോൾ പറയുന്നുണ്ട്, അവർ രണ്ട് മിതമായ നിലയിൽ ചെലവഴിക്കും ചെയ്യും, അതിൻ്റെ അടിയിലുള്ളൊരു മാർഗമാണ് സ്വീകരിക്കുക എന്ന് പറയുന്നുണ്ട്. ആ ഒരു വചനം വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് വെക്കാവുന്നതാണ്. എല്ലാം അവർ ചെലവഴിച്ചതുപോലെ ചെലവഴിക്കേണ്ടതില്ല. പിന്നെ റസൂലിൻ്റെ തന്നെ വേറൊരു വചനങ്ങളും കൂടി ഉണ്ട്. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ അനന്തരാവകാശികളെ ദരിദ്രരായി വിട്ടുപോകുന്നതിനേക്കാളും അവരെ സമ്പന്നരായി ചോദിക്കുന്നവരായിട്ടല്ലാതെ വിട്ടുപോകുന്നതാണ് ഉത്തമം എന്നാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുക. ഞാൻ കുറേ പരിശോധിച്ചു, പക്ഷെ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ അവർ കൂട്ടിവെച്ചതായിട്ട് എൻ്റെ പഠനത്തിലൊന്നും കണ്ടെത്താത്തത് കൊണ്ട് നമുക്ക് അങ്ങനെ അവതരിപ്പിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് എൻ്റേത് ഞാൻ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും അതിൽ ഉൾപ്പെടുത്താതിരുന്നത്. അതുപോലെ തന്നെ വേറെ ചില ആൾക്കാരുടെ സമ്പത്ത് ചെലവഴിച്ചതൊക്കെ ഞാൻ വായിക്കൊക്കെ ഉണ്ടായി. പക്ഷെ അതിനൊരു ആധികാരികത എനിക്ക് ബോധ്യപ്പെടാത്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അത് അവതരിപ്പിക്കാനും പാടില്ല. അതുകൊണ്ട് ചിലതൊക്കെ കിട്ടിയെങ്കിലും ചിലതൊന്നും അതിൽ ചേർക്കാതിരുന്നിട്ടുണ്ട്. പിന്നെ ഇതിലൊക്കെ നമ്മളൊക്കെ ഒരു സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളോട് ആരെങ്കിലും കടം ചോദിച്ച് നിങ്ങളൊക്കെ എന്താ പറയുക, സാധാരണ ഇതിൽ ഇല്ലെങ്കിൽ ഇല്ല പറയും. പക്ഷെ ആയിഷ ബീവി എന്താ പറയുന്നത്, ഒരാളെ ആവശ്യം അല്ല, സ്വന്തം ആവശ്യത്തിനുമില്ല, കടം വേറെ ആൾക്ക് വാങ്ങിക്കൊടുക്കണം. അപ്പോൾ പലരും ചോദിക്കേണ്ടത്, എന്തിനാ നിങ്ങൾക്ക് കടം വരുന്നത് എങ്ങനെ? അപ്പോൾ അവർക്ക് നമ്മൾ ബുദ്ധി കൊണ്ട് ആലോചിച്ചറിയാം അവർക്ക് കടം വരുന്നത് എങ്ങനെയാണ്. ഒരാൾ ഇങ്ങനെ ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ അത് തീർക്കാൻ വേണ്ടി ഇവർ കടം വാങ്ങുകയാണ്. എന്നിട്ട് കടം വാങ്ങിയിട്ട് അവരെ കൊണ്ട് വീട്ടിക്കണമെന്നില്ല, അത് അവർ കൊടുക്കുന്നുണ്ടാവും, കൊടുത്താപ്പോൾ വീട്ടുണ്ടാവും, അല്ലെങ്കിൽ പോലെ സ്വന്തം ഉത്തരവാദിത്വത്തിലായിട്ട് അത് നിർവഹിക്കുന്ന ഒരവസ്ഥയാണ്. ഇനി നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, ചിലപ്പോൾ അവിടെ കടം വാങ്ങും, മനസ്സ് കൊടുക്കണ്ട എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കടം വാങ്ങും. അങ്ങനെ കടം വാങ്ങാൻ തന്നെ പാടില്ല, അത് നിഷിദ്ധമാണെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്, കൊടുക്കാൻ ഉദ്ദേശമില്ലാതെ. ചിലവരെന്താ അറിയോ, പിന്നെ ഒരു പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപനമാണ്, അപ്പോൾ അതിനിപ്പോൾ എല്ലാവരും കൊടുക്കണ്ടല്ലേ, അപ്പോൾ കടം എന്ന് പറഞ്ഞ് വാങ്ങാം. എന്നിട്ട് ചോദിക്കുമ്പോൾ അത് ഇതിനല്ലേ ചിലവാക്കിയ, ഞാനല്ലേ എടുത്ത് എന്ന രൂപത്തിൽ ആ തരത്തിലുള്ള ഒരു കടം വാങ്ങൽ നമുക്ക് പറഞ്ഞിട്ടില്ല. പറഞ്ഞ കടം എന്താണെന്ന് വെച്ചാൽ, കടം വാങ്ങാം, ആ കടം വാങ്ങി എന്ത് ചെയ്യണം, കൊടുക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ അള്ളാഹു അതിന് സാധിപ്പിച്ചു തരുന്നതാണ്. ചോദ്യത്തിന് ഉത്തരമായെന്നറിയില്ല. അതായത് രണ്ടിൻ്റെ അടിയിൽ പിന്നെ സമ്പന്നരായി വിട്ടുപോകണം എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാം. പിന്നെ ഇത് വായിച്ചപ്പോൾ എനിക്കുണ്ടായിരുന്നൊരു സംശയം നീങ്ങിയത് ഞങ്ങൾക്ക് പറയാം. അതായത് സഫിയ റളിയല്ലാഹു അൻഹ അവർ പിന്നെ ജൂതഗോത്രത്തിൽ നിന്ന് അല്ലേ, ആ അവരുടെ ഗോത്രത്തിൽ നിന്നാണല്ലോ ഇസ്ലാമിലേക്ക് വരുന്നത്. അപ്പോൾ അവരുടെ മരണശേഷം സഹോദരപുത്രന് ഇത് 1/3 വസിയത്ത് ചെയ്തു എന്നാണ്. അപ്പോൾ എല്ലാവർക്കും സംശയം, ജൂതഗോത്രല്ലേ, അവർക്ക് കൊടുക്കാൻ പറ്റുമോ? നമുക്കൊക്കെ ഉള്ള ഒരു സംശയമാണ്, എനിക്കും ഉണ്ടായിരുന്നൊരു സംശയം. പക്ഷേ പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് ആലോചിച്ച് അവസാനം അവരുടെ കൊടുക്കാമെന്നാണ് തീരുമാനിച്ചത്. അതിൻ്റെ അർത്ഥം എന്താണ്, ഇങ്ങോട്ട് ഉപദ്രവമൊന്നും ഇല്ലാത്ത തരത്തിലുള്ള, നമ്മളെ നശിപ്പിക്കാൻ ആ പണവുമായി വരികയില്ല എന്നുള്ള ഒരു ഉറപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവർക്ക് കൊടുക്കാൻ പറ്റുമെന്നാണ് നമുക്കതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ ആ ചോദ്യവുമായി ബന്ധപ്പെട്ടേ ചെറിയൊരു ആഡിങ് ഉള്ളത്, ഖൈറുൽ ഖുറൂനും ഖൈറുൽ ഖുറൂനുണ്ട്, ഉമ്മുൽ മുഅ്മിനീങ്ങളും സഹാബിയാത്തും. അത് ഉമ്മുൽ മുഅ്മിനീങ്ങളും പിന്നെ സഹാബിയാത്തും കഴിഞ്ഞിട്ട് ഖൈറുൽ ഖുറൂന്. ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മത്സരമായിരുന്നു, പരലോകത്തിന് വേണ്ടിയുള്ള മത്സരമായിരുന്നു. അത് നിലവിൽ നമ്മുടെ സാമൂഹിക സാഹചര്യത്തിൽ ഇപ്പം കാണില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കാലഘട്ടത്തിനെ പഠിക്കുമ്പോൾ നമ്മൾ ഈ കാലഘട്ടത്തിലേക്ക് അപ്ലൈ ചെയ്യുന്നതിൽ സ്വാഭാവികമായിട്ടുള്ള നമ്മളെല്ലാം ചിലവഴിക്കാൻ നിന്നാൽ സ്വാഭാവികമായിട്ട് നമ്മൾ പാപ്പരായി പോകും. അവരവസ്ഥ നിലവിലുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പാപ്പരായി പോകുന്നുള്ളത് അള്ളാഹുമായി ബന്ധപ്പെട്ട സംഗതി കൂടിയാണ്. എന്നിരുന്നാൽ കൂടി ഇതിനെ നമ്മുടെ ഏതൊരു വിഷയത്തിനാണ് ഹാജിയാത്ത്, അത് അത്യാവശ്യം, ആവശ്യം, തഹ്സീനിയാത്ത്, ഇങ്ങനെ ദർജ ഇസ്ലാമിലുണ്ട്. ഏത് വിഷയത്തിലാണ് ചെലവഴിക്കലുകളുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള പിന്നെ നമ്മുടെ ഓരോ വിഷയങ്ങൾ വരുമ്പോൾ നമ്മുടെ ഹാജിയാത്ത് എന്താണ്, നമ്മുടെ അത്യാവശ്യ കർമ്മങ്ങൾ എന്തൊക്കെയാണ്, ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, ഇതെൻ്റെ വിഷയം തഹ്സീനിയാത്തിൻ്റെ വിഷയമാണോ എന്നത് പരിഗണിച്ചുകൊണ്ട് ഒരു ഹിക്മത്തോടു കൂടിയുള്ള ചെലവഴിക്കലുണ്ട് ഇസ്ലാമിൽ. ആ ഹിക്മത്തോടു കൂടിയുള്ള ചെലവഴിക്കലുകളിൽ സ്വാഭാവികമായിട്ടും
ഈ ഒരു കൺഫ്യൂഷൻ വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ എൻ്റെ ആവശ്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് അത്യാവശ്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് ഒരാൾ എന്ത് ചെയ്യില്ല, ദാനധർമ്മം ചെയ്യില്ല. ഒരു മിസ്കിൻ എൻ്റെ കുടുംബത്തിൽ ഉണ്ടായിക്കൊണ്ട് ഞാൻ പുറത്തൊരാൾക്ക് കൊടുക്കില്ല, എൻ്റെ കുടുംബത്തിൽ. അങ്ങനെ ദർജകൾ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു വശം. പിന്നെ ചില സഹാബിമാരൊക്കെ ഇത് മാത്രമല്ല കേട്ടോ, നമ്മളെ ചരിത്രത്തിൽ വനിതകളുടേതല്ലേ പറയാൻ പറഞ്ഞത്, അതുകൊണ്ട് വനിതകൾക്ക് കിട്ടിയതേ പറയാൻ പറ്റുള്ളൂ. അതേസമയം തന്നെ പുരുഷന്മാരുടെ ഇതിൽ അവരുടെ അനന്തര സ്വത്തായിട്ട് ലക്ഷക്കണക്കിൽ ഉറുപ്പ്യ ബാക്കി വെച്ച് പോയതും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇല്ലയെന്ന് വിചാരിക്കേണ്ട. അതേസമയം തന്നെ സുബൈർ റളിയല്ലാഹു, അതായത് അസ്മാ റളിയല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ അസ്മാ റളിയല്ലാഹുവിൻ്റെ ചരിത്രം ആദ്യത്തിൽ അവർക്ക് ഭയങ്കര ദാരിദ്ര്യമായിരുന്നു എന്നാണ്. പിന്നീട് അവർ കോടീശ്വരന്മാരായി മാറുന്നുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് ആശ്ചര്യം ഉണ്ടാക്കിയൊരു കാര്യം എന്താ അറിയോ, ഭർത്താവ് കുറേ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുകയാണ്. പക്ഷെ അതിൽ അദ്ദേഹത്തിനോടും കൂടി പറഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് വായിച്ചപ്പോൾ മനസ്സിലായത്. അവർ മുഴുവനും എടുത്തു കൊടുത്തി. എന്നിട്ട് ഭർത്താവ് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞേക്കാം അതിന് ഇത്ര കുറച്ച് ക്യാഷ് കൊടുത്തേക്ക്. അപ്പോൾ അവർ പറയണ അതൊക്കെ കൊടുത്തു കഴിഞ്ഞല്ലോ. നിങ്ങൾ ആലോചിച്ചോക്കാണെ നമ്മളെ ഭർത്താക്കന്മാരാണ് നമ്മൾ ആട്ടിയിട്ട് അവിടുന്ന് പിന്നെ നമ്മൾ അവിടെ ഉണ്ടാവുമോ? പക്ഷെ അവരുടെ ആ ഒരു എന്താണെന്നറിയാം, അള്ളാൻ്റെ മാർഗത്തിൽ അവൾ കൊടുക്കുകയാണ്, അൽഹംദുലില്ലാ, ഞാൻ കൊടുക്കുക, അൽഹംദുലില്ലാ. അങ്ങനെ സ്വർഗം മാത്രം കിനാവുകൊണ്ട് ജീവിച്ച, അല്ലെങ്കിൽ എങ്ങനെ ഒരു ക്ഷേമരാഷ്ട്രം ഉണ്ടാക്കാൻ പറ്റുക? നിങ്ങൾ ആലോചിച്ച് നോക്കി, സമ്പത്ത് വാങ്ങാൻ ആളില്ലാത്ത, സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത ഒരു ക്ഷേമരാഷ്ട്രത്തെ നിർമ്മിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിലൊരാൾ എന്ത് ചെയ്യാണ്, അതിലുള്ള ഓരോരുത്തരും തൻ്റെ ഭാഗം അവരെ ആവശ്യം ഞാൻ പൂർത്തീകരിക്കുക, രാഷ്ട്രം പൂർത്തീകരിക്കട്ടെ, മുഖ്യമന്ത്രി പൂർത്തീകരിക്കട്ടെ, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കൂലേ, നബി ചെയ്യട്ടെ എന്നല്ല. ഓരോ സഹാബിയാത്തും ഓരോ പ്രവാചക വ്യക്തിമാരും ആഗ്രഹിക്കണം ആ പ്രശ്നം ഞാൻ പരിഹരിക്കട്ടെ. അങ്ങനെ ചെയ്യുന്നൊരു സമൂഹത്തിലുള്ളൂ ഒരു ക്ഷേമരാഷ്ട്രം ശരിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ആർക്ക് മാത്രം പറ്റുക? സ്വർഗം കൺമുമ്പിൽ കണ്ടുകൊണ്ടേ ഇരിക്കുന്ന ആളുകൾക്കാണ് ചെയ്യാൻ പറ്റുക. നമുക്കൊക്കെ ഒരു പേടിയാണ്, അപ്പം ഇനിയിപ്പോൾ എന്താ കാട്ടുക എന്നാണ് നമ്മൾ ബേജാറാകല് അല്ലേ? നമ്മളോട് തവക്കുലുണ്ടെങ്കിൽ പക്ഷിയാളെ രാവിലെ എങ്ങനെ ഭക്ഷണത്തിന് പോണത്? ഓരാരെങ്കിലും അവിടെ അവർ കൃഷി ചെയ്തുണ്ടാക്കി വെച്ചിട്ടുണ്ടോ? പക്ഷേ അവർക്കത് കിട്ടണില്ലേ? അതേപോലെ സഹാബി വനിതകൾ പേടില്ലാതെ ചെലവഴിച്ചപ്പോഴും അവർക്ക് കിട്ടുന്നുണ്ടല്ലോ. ഇനി നമ്മളെ സാമൂഹിക അവസ്ഥ അങ്ങനെയല്ല, ഇസ്ലാമികമായ വ്യവസ്ഥിതിയല്ല, അതുകൊണ്ട് നമുക്ക് തരാനൊന്നും ആരും ഉണ്ടാവില്ല. പക്ഷേ ഇസ്ലാമിക രാഷ്ട്രം പുലർന്നു കഴിഞ്ഞാൽ അത് അത്രയും മനോഹരമാണ്, അതിൽ ഭയങ്കരം തന്നെയാണ്. നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം ഇത് നമുക്ക് ഒരു കാര്യം കൂടി പ്രചോദനം ചെയ്യുന്നുണ്ട്. സമ്പത്ത് ഇങ്ങനെ കൂട്ടിവെക്കണതിനേക്കാളും കഴിയുന്നത്ര ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മളൊക്കെ പറയും ഇനി അതിനാരാ കൊടുക്കുക, അതിനാരാ കൊടുക്കുക, അപ്പോൾ സമ്മേളനം ഉണ്ട് ആരാ കൊടുക്കുക, ഇങ്ങനെ ആരാ നീയാ ഞാനാ ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ എന്ത് ചെയ്യും, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന സമയത്ത് ഇവിടെ ഈ കാലഘട്ടത്തിൽ ഇതിനെന്തില്ല, ഒരു ചോദ്യമല്ല, അപ്പുറം എന്താണ് ഇനി ആരാ കൊടുക്കുക എന്നില്ല. ബാക്കിയുണ്ടോ നോക്കുക, മുന്തിരിക്കൊല അല്ലേ ആ ജാചകന്, പക്ഷെ അതിലെന്തേലും ഉണ്ടോ? ഇല്ലല്ലോ. ഇതായിരുന്നു അവരുടെ അവസ്ഥ. അത് അവരന്വേഷിച്ചിട്ടുണ്ടാവും. ഇത് ഇസ്ലാമിനെതിരായിട്ടൊന്നും വരാനൊരു സാധ്യതയില്ലാത്ത ഒരു പാവപ്പെട്ട ആൾക്കാണ് എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. നമ്മൾ കൊടുക്കില്ലേ അങ്ങനെ അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് പിന്നെ എന്ത് ചെയ്ത് ആ അനന്തര സ്വത്ത് പിന്നെ വസിയത്ത് ചെയ്ത 1/3 കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനമായി. എഴുതിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് സഹീഹ് ബുഖാരിയിലുള്ള ദാനം ചെയ്തതിനെ കുറിച്ചുള്ള എല്ലാ ബാബും സഹീഹ് മുസ്ലിമിലുള്ളത്. പിന്നെ സ്ത്രീ ഇസ്ലാമിക സമൂഹത്തിൽ അബ്ദുസ്സലാം വാണിയമ്പലം. പിന്നെ റിസാലത്തു അസ്റുൻ ഫിൽ മർഅത്തി, അല്ല ഇത് എന്താ പറയുക, കുത്തനെ എഴുതി കേട്ടോ, ഇത് പ്രിൻ്റ് എടുത്തപ്പോഴേ തഹരീരുൽ മർഅത്തി ഫി അസ്രി റിസാല എന്നുള്ളതാണ്.
അൽ ഹലീം അബ്ദുൽ ഹലീം അബൂ ഷക്ക എന്നുള്ള ഒരാളുടെ ബുക്കാണ്. പിന്നെ ബോധനത്തിലെ ചില ലേഖനങ്ങളാണ്. പിന്നെ വേറൊരു പുസ്തകം കൂടി ഉണ്ടായിരുന്നു, അത് ഞാൻ അതിൽ എഴുതിയിട്ടില്ല, അതിൽ 10 എഴുതിയിട്ടുള്ളൂ. മുസ്ലിം സ്ത്രീ പ്രമാണങ്ങളിലും സമ്പ്രദായങ്ങളിലും എന്നുള്ളൊരു ബുക്കുണ്ട്. അത് അബ്ദുൽ ഹസൻ സാഹിബിൻ്റെ എന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ, അത് ഞാൻ ഓദർ എഴുതിയിട്ടില്ല. ഇസ്ലാമിക മാതൃകാ വനിതകൾ അബൂബക്കർ നദവി, 20 സ്ത്രീരത്നങ്ങൾ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്, ഖദീജ ബീവി തിരുനവയുടെ പ്രഭാവലയത്തിൽ, അത് ജലീൽ സാഹിബിൻ്റെ ആണ്. ഖദീജ ബീവി മക്കയുടെ മാണിക്യം ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ സയ്യിദ് സുലൈമാൻ നദവി, സ്വഹാബി വനിതകൾ KK മുഹമ്മദ് അലി മദനി, സ്ത്രീ ഇസ്ലാമിക സമൂഹത്തിൽ അബ്ദുസ്സലാം വാണിയമ്പലം. ഈ ഒരു കൂടെ ഉണ്ട്, അതിൻ്റെ പേര് അതും സഹാബി വനിതകളാണ്, ഞങ്ങളുടെ അടുത്ത് ആരത്തോ കണ്ടത്, അത് നോക്കി.